ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞോ, അത് ആവേശം. മറുകില്ലാത്തവൻ അച്ചു. ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ ഞാൻ കണ്ടിരുന്നു. എന്താണ് ഇതത്? അത് ഞാൻ തല വെട്ടി വെച്ചതാ. ആസിഫിക്കാടെ ഒരു രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട് അതിലൊരു പാർട്ടായിട്ട് ഉണ്ടല്ലോ. ഇല്ല, അതിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് എങ്ങനെയൊക്കെ ലീവ് എടുക്കാം എന്നുള്ളതാണ്. അതെല്ലാം തീർന്നു. ഇനി ലീവ് എടുക്കാൻ വേറെ മാർഗ്ഗമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് എന്നെ എയറിലേക്ക് വിട്ടു. അല്ല, എയറിലോട്ട് വിട്ടു എന്ന് ഞാൻ പറഞ്ഞു. ഇവരെ കൂടെ ഒന്നും എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ദുൽഖർ സമന്ത എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മളൊരു സാധ്യത കണ്ടില്ല. ഹായ് ജിബിൻ ചേട്ടാ. ഹായ്, നമസ്കാരം. ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണോ ആക്ടർ ആയിട്ടാണോ അറിയപ്പെടാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ആക്ടറാണ്. കൂടെ പുള്ളിക്ക് ഒരു പോലീസ് ജോലി ഉണ്ട് എന്നും കൂടി അറിയപ്പെടണം താല്പര്യം. കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നൊക്കെ പറയുന്നത് എന്നും പറയാം, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കലാകാരനാവാനുള്ള ഓട്ടത്തിനിടയ്ക്ക് കിട്ടിയ ഒരു കുപ്പായമാണ് കാക്കിയുടേത്. അപ്പൊ അങ്ങനെയാണ്. ആ ഒരു ഇതില് സാറ്റിസ്ഫൈഡ് അല്ലേ ആക്ച്വലി? തീർച്ചയായിട്ടും. പിന്നെ നമ്മള് ഇപ്പോഴാണ് കുറച്ച് പടങ്ങൾ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേ ചെയ്ത പടങ്ങളൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റ് അകത്ത് നിന്നുകൊണ്ട് അവരുടെ സഹായം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇന്നിപ്പോൾ കിട്ടുന്ന പടങ്ങളൊക്കെ അന്ന് ഡിപ്പാർട്ട്മെന്റ് കൂടി സഹായിച്ചതിന്റെ പുറത്ത് ചെയ്തതാണ്. എനിക്ക് എൻ്റെ ആഹാരം ബേസിക്കലി പോലീസിൽ നിന്നുള്ള ശമ്പളം തന്നെയായിരുന്നു. സ്ഥിര വരുമാനം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോഴും ഇപ്പൊ ഞാൻ ലോങ് ലീവിലാണ്. അതെ, വലിയൊരു 5 years. അതെ, കംപ്ലീറ്റ്ലി മൂവിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും. ഇപ്പൊ ശരിക്കും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൂവീസ് ചെയ്യുന്നു, ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി ഇപ്പം ആളുകളിലേക്ക് എത്താൻ എളുപ്പമുള്ള രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ കൂടെയുള്ള വീഡിയോസ് ചെയ്യുന്നു. ഒന്നും പോരാതെ കുറച്ച് അഡ്വർടൈസ്മെന്റ്, അത് ആ അഡ്വർടൈസ്മെന്റ് വളരെ ഒരു വേറെ ലെവലിലേക്ക് എത്തുന്നു. അപ്പൊ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആണെന്ന് തോന്നുന്നല്ലോ. ടൈറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞ് അതിനും മാത്രം ടൈറ്റ് ഒന്നും അല്ല. എന്നാലും അത്യാവശ്യം നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് അധികം ഡേയ്സ് ഒക്കെ സിനിമയിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നുണ്ട്. അതെ, വലിയ കുറച്ച് മലയാള മൂവിയുടെ ഫേസസ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ കൂടെ ബിഗ് സ്ക്രീനിൽ വരിക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഭയങ്കര അച്ചീവ്മെന്റ് തന്നെയാണ്. നമ്മളെ കണ്ട് ആരാധിച്ച് നമ്മൾ ഇതൊക്കെ കണ്ടിട്ടാണ് നമുക്ക് സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളത്. ഒരു പാഷൻ വരുന്നത്. അവരോടൊപ്പം ഒക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക, അവരോടൊപ്പം സംസാരിക്കുക, അവരോടൊപ്പം ആഹാരം കഴിക്കുക, എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളാണ്. അച്ചീവ്മെന്റ് ആണ്. പിന്നെ തീർച്ചയായിട്ടും അത് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അതിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും പോവാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് അങ്ങനെ തന്നെ ഒരു ബ്ലെസ്ഡ് ആയിട്ട്, ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും ആണ്. കാര്യം എനിക്ക് അങ്ങനെ ഒരു സിനിമ എന്ന് പറയാൻ ആകെ ഉള്ളൊരു പരിചയം എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. കുഞ്ഞുനാൾ മുതൽ സിനിമ കാണുന്നുള്ളതല്ലാതെ വേറൊരു കണക്ഷൻ ഇല്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ പുറകെ നടന്ന് ഈ ശല്യപ്പെടുത്തിയും ഒക്കെ ചോദിച്ച് എനിക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഇപ്പോൾ ഡയറക്ടറോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് ഇവനെ കൊണ്ട് നീ വാ, ഒരു സാധനം തരാം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങിയത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടി വന്ന് പിന്നെ ചെയ്യുന്ന സാധനം വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് കുറച്ച് അവർ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് വരാൻ പറ്റി എന്നുള്ളതാണ്. കുറച്ച് നല്ല സാധനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മടിയും കൂടാതെ ഒരുപാട് ലൊക്കേഷനിൽ പോയിട്ട് ചാൻസസ് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അന്ന് ഈ പറയുന്ന ആളുകളിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് മുമ്പിലേക്ക് വെച്ചുകൊണ്ടിട്ട് പരിചയപ്പെടുത്താനും അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്ന ഒരു അവസ്ഥയിലാണല്ലോ ഉള്ളത്. തീർച്ചയായിട്ടും. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മള് ഇപ്പം വീണ് പിന്നെ ഇഴഞ്ഞ് പിന്നെ എന്താ പിടിച്ച് നിൽക്കാൻ നോക്കുന്നു, പിന്നെ എണീറ്റ് നിൽക്കുന്നു, പിന്നെ നമ്മൾ നടക്കുന്നു. അതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മള് അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ നമുക്കൊരു സർപ്രൈസ് എൻട്രി ആയിട്ടൊന്നും വരുന്ന അല്ല. ഞാൻ ഇപ്പം ബേസിക്കലി 10-32 കൊല്ലമായി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം 40 വയസ്സാകുകയാണ് എനിക്ക്. അപ്പോഴത്തേക്കും ഈ പല ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് ബോറായി പോകും. അത് 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ഓഡീഷന് പോകുന്നത്. അന്ന് തുടങ്ങിയ ഓട്ടമാണല്ലോ. അപ്പം ഇത്രയും കൊല്ലം കൊണ്ട് നമുക്ക് ഇത്രയെങ്കിലൊക്കെ ചെയ്യണ്ടേ? അതെ, ഉറപ്പായിട്ടും. അത് ഇത്രയും വർഷത്തെ ഒരു കഠിനാധ്വാനത്തിൻ്റെതായ ഒരു ഇത് കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ. തീർച്ചയായിട്ടും. അതിൽ ഞാൻ ഒരു ഭയങ്കര അനുഗ്രഹം തന്നെ വിചാരിക്കണം. കാര്യം
എത്ര നമ്മളെപ്പോലെ അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള എന്തോരം ആൾക്കാരുള്ള സ്ഥലമാണ് ഒരുപാടുണ്ട്. അപ്പൊ അഭിനയിക്കാനാവട്ടെ ഏത് മേഖലയിലായാലും സിനിമയായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയിലും അത്രയും ആൾക്കാരുണ്ട്. അതിനിടയിൽ നിന്നാണ് നമ്മൾ ഈ പൊരുതി മുന്നോട്ട് വരുന്നത്. അതെ, പൊരുതിയിട്ടും മുമ്പോട്ട് വരാൻ പറ്റാത്ത ആളുകൾ എത്രയോ പേരുണ്ട്. അത് നമുക്കിപ്പം വീണ്ടും ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ, അല്ല വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഇപ്പം ഒരു 50ഓളം അടുത്ത സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജസ്റ്റ് പാസിംഗ് ഷോട്ടുകളിലാണെങ്കിലും ക്രൗഡിലാണെങ്കിലും ഒക്കെ വന്നു പോയിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണെങ്കിലും ഒരു ഡയലോഗ് ഉള്ള ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് കൊതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിയ എന്നുള്ളതോ അല്ലെങ്കിൽ മടുത്തു എന്നുള്ളതോ ഒക്കെ ഉള്ളൊരു ഫീലൊന്നും തോന്നിയിട്ടില്ലേ? എനിക്ക് സിനിമ അല്ലെങ്കിൽ സിനിമയിലൊരു ഡയലോഗ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ജൂനിയർ ആണല്ലോ അല്ലെങ്കിൽ ജൂനിയർ ആക്ടറായിട്ട് നിൽക്കുകയാണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു മൊമെന്റിൽ ഞാനൊന്ന് പതറിപ്പോയിട്ടുണ്ട്. ഞാനൊരു പോലീസിന്റെ സോഷ്യൽ മീഡിയ സെല്ലിന്റെ ഒരു അവയർനെസ് വീഡിയോ കുട്ടൻപിള്ള സ്പീക്കിംഗ് സംഭവം ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് പക്ഷെ അതില് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് എന്നെ എയറിലേക്ക് വിട്ടു, അല്ല എയറിലോട്ട് വിട്ടു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എനിക്ക് കുറെ എന്തോ മോശം കോൾസ് വരുന്നു, എൻ്റെ വീട്ടുകാരെ ചേർത്ത് പറയുന്നു. എനിക്ക് നമുക്ക് പറ്റുന്നൊരു പ്രഷർ ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പോയപ്പോഴത്തേക്കും ഒരു മൊമെന്റിൽ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ട. ആ ഒരൊറ്റ മൊമെന്റിൽ മാത്രമാണ് ആ ഒരു മോശം ചിന്ത എനിക്കുണ്ടായത്. പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാനെന്തിനാ ഇത് എൻ്റെ മനഃപൂർവ്വമായിട്ട് ഞാൻ ആരും ഉപദ്രവിക്കാനോ ഒന്നിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ പലതും ഉണ്ട് എന്ന് പറഞ്ഞ് പലരും കണ്ടുപിടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചർച്ചയുണ്ടായത്. അപ്പം അതിൻ്റെ പുറത്ത് ഞാനെന്തിനും എൻ്റെ പാഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അത്രയും വലിയൊരു ആഗ്രഹം കളഞ്ഞിട്ട് പോകണം എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഓക്കെ ആയി. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ പാഷൻ കളഞ്ഞ ലാസ്റ്റ് നമുക്ക് ഒന്നുമില്ലാതെ നിൽക്കുന്നതിലും ഭേദം ഇങ്ങനെയാണല്ലോ എന്ന്. ഇപ്പൊ പോലും ഈ ഒരു ഇത്രയും ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇത്രയും പ്രൊമനന്റ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ ഈ ബിഗ് സ്ക്രീൻ ഷെയർ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പോഴാണെങ്കിൽ പോലും ഓക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, ഇനി എൻ്റെ ഒരു സ്ഥിര വരുമാനമായിട്ടുള്ള ആ ഒരു മാർഗത്തിലേക്ക് തിരിയാമെന്നുള്ളൊരു തോട്ട് അതാണെങ്കിലും വന്നിട്ടുണ്ടോ? അയ്യോ, ഞാൻ അച്ചീവ് ചെയ്തിട്ടില്ല കേട്ടോ. എന്റെ അച്ചീവ്മെന്റ് ഇതൊന്നും അല്ല. ഞാൻ ഇതിനൊരു ബോർഡർ ഞാൻ വെച്ചിട്ടില്ല. എത്രത്തോളം ദൈവാനുഗ്രഹവും എനിക്ക് ആരോഗ്യമുള്ള കാലത്തോളം ദൈവമേ ഇതിന്റെ കൂടെ നിർത്താൻ സഹായിക്കണമെന്ന് മാത്രമേ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. വേറെ അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. അത് ഒരിടത്തും ഒരു അച്ചീവ്മെന്റും എനിക്ക് അങ്ങനെ വേണ്ട. എനിക്കൊരു ബ്രേക്ക് ഇടാൻ പറ്റുന്നില്ല. അത് കയറി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊരു എന്താ പറയാ ഒരു എൻഡില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവാണ്. അതിനുള്ളൊരു കരുത്ത് മാത്രം കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഇപ്പം വരുമാനം എന്ന് പറയുന്നത് സിനിമയ്ക്കകത്ത് നിന്ന് കിട്ടുന്ന വരുമാനം തന്നെയാണ് മുന്നോട്ട് കൊണ്ട് പോകുന്നത്. ഇപ്പം സിനിമ തന്നെയാണ്. നല്ല സപ്പോർട്ടാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈ പറഞ്ഞ പോലെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മനോജ് എബ്രാഹിം സാറിന്റെ കൂടെ അജിത് സാറിന്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ് ഞാൻ പോലീസിൽ ആയിരുന്ന സമയത്ത്. അപ്പോഴും പോലും ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പം എന്നെ അവിടെ നിർത്തിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകും തോന്നിട്ടായിരിക്കും നീ അവിടെ പോയി രക്ഷപ്പെട്ടോ എന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ, വളരെ ജെന്യൂനായിട്ട് അവര് സപ്പോർട്ട് ചെയ്യും. 16 വർഷം 17 ആവുന്നു അല്ലേ ഈ ഒരു ഇതില്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വളരെയധികം ചർച്ചയിൽ വരുന്ന ഒരു ഇതാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്ന ആ ഒരു വിങ് തന്നെ. അപ്പൊ ആ ഒരു വിങ്ങിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ പലയിടത്തും സോഷ്യൽ മീഡിയയിൽ ചേട്ടനെ യൂസ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടാഗ് ലൈൻ ക്രിയേറ്റ് ചെയ്തെടുത്ത കുറച്ച് ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ അബു സലീം ആണെങ്കിലും അതുപോലെ കുറച്ച് സിബി അതെ അതായത് ഒരുപാട് പ്രോമിനന്റ് ആക്ടേഴ്സ് ഈ ഒരു ഇതിൽ നിന്ന് വന്ന് ഇങ്ങനെ ആ ഒരു ടാഗ് ലൈനിലേക്കാണ് താങ്കളും ഇപ്പൊ എത്തിപ്പെട്ട് നിൽക്കുന്നത്. അയ്യോ, അങ്ങനെ കമ്പാരിസൺ ഞാനില്ല. പക്ഷെ എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് അവരും ജോലി ഇരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. അതെ അതെ, തീർച്ചയായിട്ടും ആണ്. പക്ഷെ ഇപ്പം നിലവിൽ നമ്മളിപ്പോ ഗൂഗിളിലാണെങ്കിലും ഈ പറഞ്ഞ യൂട്യൂബിലാണെങ്കിലും പേര് സെർച്ച് ചെയ്യുമ്പോൾ വരുന്നൊരു ടാഗ് ലൈൻ അതാണ്. തീർച്ചയായിട്ടും കണ്ടിട്ടില്ല. കേരള പോലീസിന്റെ മുഖമായിട്ട് തന്നെ മിക്കവാറും എന്റെ മുഖം വരുന്നുണ്ട് പല സ്ഥലത്തും. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതെ അതെ. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മുടെ അഡ്വർടൈസ്മെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞാലും ഈ അത്ര ഒരു എല്ലാവരിലേക്കും എത്തിപ്പെട്ട ഒരു അഡ്വർടൈസ്മെന്റ് അത് വലിയൊരു കാര്യമാണ്. ഒരു പരസ്യം ഹിറ്റാവുക എന്ന് പറയുക, അല്ലെങ്കിൽ ആ ഹിറ്റാവുന്ന പരസ്യത്തിന്റെ നല്ലൊരു ഭാഗമായിട്ട് മാറുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അതൊക്കെ വളരെ ഈ പറഞ്ഞൊരു 2.5 ലക്ഷം ആൾക്കാരെ അവർ സെർച്ച് ചെയ്തിട്ടാണ് എൻ്റെ മുഖത്തിലേക്ക് ഒരു ക്യാമറ വെച്ചത് എന്നുള്ളതാണ്. അവർ ഫോട്ടോസ് കണ്ട് അവസാനം
സോർട്ട് ഔട്ട് ചെയ്തെടുത്തതാണ്. ഓഡിഷൻ ഓഡിഷൻ ഉണ്ടായിരുന്നു. ഞാനും തമിഴ്നാട്ടിലുള്ള ഒരാളുമാണ് ഫൈനൽ 2 പേരായിട്ട് വരുന്നത്. എന്നിട്ട് പക്ഷെ അദ്ദേഹം രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് പുള്ളി കുറേ പരസ്യങ്ങളും കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് കുറേ കൂടെ ആൾക്കാരിലേക്ക് എത്തിയ ഒരാളായിരുന്നു. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് കുറച്ചുകൂടെ ഫ്രഷ് ഫേസ് ആയിരിക്കണം, ഇത് ഇപ്പോൾ ഏത് സ്റ്റേറ്റിൽ ഇറക്കിയാലും അവിടുത്തെ ആൾ പോലെ എനിക്ക് ഫീൽ ചെയ്യണം എന്നുള്ളൊരു മുഖം, അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്തത്. അതൊരു പറഞ്ഞാലും ഭയങ്കര ഒരു ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയാം. ഉറപ്പായിട്ടും ഒരു ഫേസ് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് തന്ന ഒരാളാണ്, അതുപോലെ രജിസ്റ്റേർഡ് ആക്കി തന്ന ഒരാളാണ് എല്ലായിടത്തും. മാത്രമല്ല എന്റെ ഏറ്റവും വലിയ ക്രഷ് ആയിട്ടുള്ള സമന്തയോടൊപ്പമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഞാൻ ആക്ച്വലി അതിലേക്ക് വരികയായിരുന്നു. അതെന്റെ വലിയൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. കാര്യം ഇതിന്റെ ഓഡിഷൻ അയക്കുമ്പോൾ ഓഡിഷൻ അയച്ചതിനപ്പുറത്തേക്ക് ഇതിൽ നമ്മുടെ കാസ്മി പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊച്ചിയിലുള്ള തന്നെ ഒരു കാസ്റ്റിംഗ് ഏജൻസി ഉണ്ട്. അപ്പോൾ അവർ ആണ് എൻ്റെ ഫോട്ടോ അവരാണ് അയച്ചത്, ഞാൻ അയച്ചതല്ല കേട്ടോ. എന്നിട്ടാണ് അവർ ഈ സാധനം പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പം ഞാൻ അയച്ചു കൊടുത്തില്ല, കാര്യം ഇതിനെ എന്താണ് ഇവരെ കൂടെ ഒന്നും എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ദുൽഖർ സമന്ത എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മളൊരു സാധ്യത കണ്ടില്ല. അപ്പോൾ ഇവർ നിർബന്ധിപ്പിച്ച് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിച്ചു വിട്ടതാണ്. അതിൻ്റെ പുറത്ത് പോകുന്നു. പക്ഷേ ഞാൻ ചെയ്ത വീഡിയോ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഈ പറഞ്ഞ ഏജൻസിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഒരു ചേട്ടാ എന്താ താല്പര്യമില്ലാത്ത പോലെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കറിയാം ഇവരുടെ കൂടെ ഈ പാൻഡ്യൻ സ്റ്റാർസിൻ്റെ കൂടെ നമ്മൾ കളിക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അത് തന്നെ അയച്ചു. പക്ഷേ കൂടെ സോഷ്യൽ മീഡിയ സെല്ലിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കോവിഡിന്റെ ടൈമിലുള്ള ഒരു കോവിഡിനെ ഓടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഈ സാധനം അയച്ചു. ഡയറക്ടർ ആദ്യം എടുത്ത് ഓപ്പൺ ചെയ്യുന്ന എൻ്റെ വീഡിയോ അതാണ്. ഒരുപക്ഷെ ആ വീഡിയോ ആദ്യത്തെ അവർ തന്ന സ്ക്രിപ്റ്റിലെ വീഡിയോ ആണെന്ന് ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ നല്ല സമയമുള്ളത് കൊണ്ടും ഇവർ ഈ വീഡിയോ കൂടി അറ്റാച്ച് ചെയ്തത് കൊണ്ടും മാത്രമായിട്ട് എനിക്ക് ഒരവസരം കിട്ടിയതാണ്. അതിനൊക്കെ നന്ദി അത്രയും കടപ്പെട്ടിരിക്കുകയാണ് ഇവരോടൊക്കെ എല്ലാവരോടും. ഒരുപാട് ആളുകളിലേക്ക് രജിസ്റ്റർ അത് ഭയങ്കര ഒന്നത് IPL ആയിരുന്നു. അതിങ്ങനെ 10 മിനിറ്റ് കൂടുമ്പോൾ ഈ പരസ്യം ഇങ്ങനെ അത് എല്ലാ ഭാഷയിലും വരുന്നുണ്ട്. അതിന്റെ റിസൾട്ടൊക്കെ എനിക്ക് പലയിടത്തും ഞാൻ പിന്നെ ഡ്യൂട്ടി ചെയ്യുമ്പോഴൊക്കെയാണ് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ ലുലുവിൻ്റെ അവിടെയൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തൊക്കെ ട്രിവാൻഡ്രത്ത് ഈ പിള്ളേർ ഇങ്ങനെ ബസ്സിലൊക്കെ വന്നിറങ്ങിയിട്ടേ അവർക്ക് ഈ ഡൗട്ടൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവസാനം വന്ന് ഡൗട്ടൊക്കെ ചോദിക്കുന്നു. എന്താ ഫ്രീ ആയിട്ടില്ലേ? പിന്നെ ഒരു ലോഡ് കണക്കിനാ വരുന്നത് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. ഭയങ്കരമായിട്ട് ആ പരസ്യം ഭയങ്കരമായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പലരിലേക്ക് എത്തപ്പെടാൻ. സിനിമാക്കാരിലും അത് ഭയങ്കരമായിട്ട് ഇതാര കാര്യം അഭിനയിക്കുന്നത് ദുൽഖറും സമന്തയാണ്, സ്വാഭാവികമായിട്ട് കാണുന്നതാണ്. അതാരാണ് കൂടെ ഉള്ളത് എന്നുള്ളത് ഉറപ്പായിട്ടും നോക്കുമല്ലോ. ഇപ്പൊ നമ്മുടെ മലയാളത്തിന്റെ പഴയ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ വില്ലൻ റോളിന് വേണ്ടിയിട്ട് സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പീപ്പിൾസിൽ കുറച്ച് ആളുകളുടെ ആ ഒരു റിസംബ്ലൻസ് ഒക്കെ എനിക്ക് ആദ്യമായിട്ട് കണ്ട സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എസ്പെഷ്യലി നമ്മുടെ ആളുകളൊക്കെ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മുടെ ശ്രീജിത്ത് രവിചേട്ടന്റെ ആ ഒരു ഷേപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള കോമൻസും ആളുകളുടെ ആ ഒരു റെസ്പോൺസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വേറെ ആരെങ്കിലും ആയിട്ട് എനിക്ക് പലരെയും അങ്ങനെ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറെ ആരെങ്കിലും ഒക്കെ വെച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി ഉണ്ട്. ഇപ്പം ശ്രീധേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനുണ്ട്, ഈ സലിം ഘോസ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ താഴ്വാരത്തിലെ വില്ലൻ മോഹൻലാൽ, ആ പടത്തിലെ അത് പലരും അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചക്രം എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിന്റെ അതിലൊരു വില്ലൻ. ഇങ്ങനെയൊക്കെ കുറെ വില്ലന്മാരെ ഈ പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാമ്യതയുടെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഈ അടുത്ത് ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് കണ്ണൂർന്ന് ഫ്ലൈറ്റില് ട്രിവാൻഡ്രത്തേക്ക്, അപ്പം ഇത് കൊച്ചിയിലൊരു അരമണിക്കൂർ കിടക്കും. അപ്പോൾ വേറെ ഏതൊരു കണക്ഷനായിട്ട് വേറെ ആൾക്കാർ കയറുന്നതിൽ അപ്പോൾ ഒരു 4-5 എന്നെ ഇങ്ങനെ പാസ് ചെയ്ത് 4-5 ലേഡീസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വേറെ ഏതോ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ അതിൽ പോയി ഒരു കുട്ടി നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കി അങ്ങനെ ഒരു ഹൈഡാ ആക്ടറാണല്ലോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അങ്ങ് പോയിട്ട് ഇത് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പുറ സൈഡിലേക്ക് ആയിരിക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണ്ടോ, അപ്പൊ നമ്മളോട് കാണാമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടാ അത് കൊള്ളാലോ സംഭവം, നമ്മളെയൊക്കെ ഫ്ലൈറ്റിലൊക്കെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ട് കുട്ടി ചിരിക്കുന്നുണ്ട്. ഞാനും വലിയ മോശമില്ലാതെ ഓക്കെ എന്നുള്ളിലിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് ഇറങ്ങി ഞാൻ ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇവരും അപ്പുറത്ത് നിന്നിട്ട് അപ്പം എനിക്ക് കാണാം ഈ കുട്ടിയും അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്തിട്ട് വന്നിട്ട് കുട്ടി പറഞ്ഞു ചേട്ടൻ ആക്ടറല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അതെ. അപ്പം എൻ്റെ കൂടെ നിസ്താർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ചേട്ടൻ ആക്ടർ കൂടെ ഉണ്ട്. അപ്പം പുള്ളി എന്നെക്കാളൊക്കെ സീനിയറാ. അപ്പം ഞാൻ പറഞ്ഞു കണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഈ കുട്ടി വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞു. ഇപ്പോൾ ഉടനെ ആ കുട്ടിയെ അവർ വീട്ടിലാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ കാണിച്ചു. എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞ എടുത്തോ, വലിയ സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടനും കയറി എനിക്ക് നമുക്കൊരു സങ്കടമല്ലേ പുള്ളി പുള്ളി അയ്യോ വേണ്ട എന്നുള്ളൊരു പുള്ളി നിൽക്കുക. അപ്പം വന്ന് എടുക്കുന്നു. അവിടെ 4-5 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പറഞ്ഞു എവിടെ പോയതായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്നതാണ്, കാസർഗോഡ് ഷൂട്ടായിരുന്നു. ആ ശരി. എന്നിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു പറഞ്ഞോ. അത് ആവേശം. അപ്പം ഒരു നിമിഷം ഞാൻ കേട്ടു. അപ്പം മറ്റേ പുള്ളി എന്നെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പുള്ളി കേട്ടു ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി ഇതെങ്ങോട്ടാ കഥ പോയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ മനസ്സിൽ ദൈവം ഞാൻ ഫ്ലൈറ്റ് അപ്പം പൊട്ടിച്ചെറി പോയാൽ മതിയായിരുന്നു. കാര്യം ആ ലെവലിൽ ഞാനങ്ങ് ഇങ്ങനെ നശിച്ചോടെ നിന്നിട്ട് അതെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു രോമാഞ്ചം നല്ലതാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്, സജിൻ ഗോപു എന്നാണ് പുള്ളിയുടെ പേര്. അത് ഞാനല്ല കേട്ടോ, ഞാനിത് എന്തായാലും പറഞ്ഞേക്കാം. അപ്പം ആ കുട്ടിക്ക് ഒരുമാതിരി ചേട്ടാ ചേട്ടൻ ആക്ടർ ആണല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ, ഞാൻ ശരിക്കും മാറിപ്പോയി, സോറി ചേട്ടാന്ന് പറഞ്ഞിട്ട് അവർക്കും ഒരു ചമ്മല്. പിന്നെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കുറെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ എന്തായാലും ചമ്മി. ഞാൻ അഭിനയിച്ച പടത്തിന്റെ പേരൊക്കെ പറഞ്ഞു ഓ അത് ചേട്ടനായിരുന്നല്ലേ? അതെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയി. ഇങ്ങനെയൊക്കെ കുറച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും. ഈ അടുത്ത് വേറെ ഇതേപോലെ തന്നെ പൂജപ്പുരയിൽ ഒരു അവാർഡ് ഫംഗ്ഷന് ഞാനും കൂടെ ഇങ്ങനെ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പോയപ്പോൾ ഒരാൾ നമ്മുടെ രോഹിത് എന്ന് പറയും, ഇരട്ടയുടെ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ജോയി ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഇങ്ങനെ ഒരു ജേർണലിസ്റ്റ് മറ്റുമാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തുകയായിരുന്നു. ഇത് പറഞ്ഞു തരുന്നു ആർക്കാ അറിയാത്തത് അംബാനെ? ഞാൻ പറഞ്ഞു ആ ചേട്ടാ ശരി ഞാനല്ല. ഇത് ഇതല്ല സംഭവം, ഇത് കഴിഞ്ഞ് പോയി. അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രോഹിത് എൻ്റെ കൂടെ ഉണ്ട്. നോക്കിയോ ഒരു വോയിസ്, അതേ പുള്ളിക്ക് വിഷമമായി കാണോ ഞാൻ അങ്ങനെ പറയുന്നത്, എനിക്ക് ആള് മാറിയെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ മാറ്റി തിരിച്ച് വോയിസ് ഇട്ട് ചേട്ടാ ഒരു വിഷമവും ഇല്ല, ഇതിപ്പോ സ്ഥിരമായിട്ടുണ്ട്. പിന്നെ ശേഷം ഞാൻ പിന്നെ മീശയൊക്കെ അങ്ങ് ചെറുതാക്കി ഒന്ന് നേരെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് തടിയൊക്കെ ഒന്ന് കുറച്ച് മതി, അത് മതി. അതെ ഒരു രസം. ഇതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അവരൊക്കെ ആയിട്ടാണെങ്കിൽ പോലും നമ്മളിങ്ങനെ കമ്പാരിസൺ വരുന്ന ഓക്കെ ഇതൊക്കെ ഈ പറഞ്ഞാൽ അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. അതെ അതെ അതെ. അല്ല അതിന് മാത്രം ഞാൻ വലിയ ഹിറ്റുകളോ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഇതെനിക്കൊരു വിഷയമുള്ള കേസല്ല. അങ്ങനെ ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തപ്പോ മൂവീസിന്റെ ലിസ്റ്റ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ അയ്യോ ഒരുപാടുണ്ടല്ലോ, ഇതെങ്ങനെ ഞാൻ ഈ ചുരുക്ക സമയത്ത് പഠിച്ചെടുക്കും എന്ന് ചിന്തിച്ചിരുന്നു. ഒത്തിരി ഇപ്പം ചെറുതോ ആവട്ടെ വലുതാവട്ടെ ഒരുപാട് സിനിമകളുടെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കുറേ നല്ല പടങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അയ്യോ ഇപ്പൊ റീസെന്റ് നമ്മുടെ അമൽ നീരജ് സാറിന്റെ മൂവിയുടെ ഒരു ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ ഞാൻ കണ്ടിരുന്നു. എന്താണ് ഇത്? അതിന്റെ അടിയിൽ ഒന്ന് കമന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചോ? സോഷ്യൽ മീഡിയ കത്താനുള്ള ഞാനൊരു കമന്റ് ഞാൻ തിരിച്ചു പറഞ്ഞോട്ടെ, അത് ഞാൻ തലവെട്ടി വെച്ചതാ. അത് ഫഹദിന്റെ ഞാൻ പ്രത്യേകിച്ച് എഴുതിയിരുന്നല്ലോ, എന്റെ ആശ ഞാൻ ഇങ്ങനെ തീർത്തോളാന്ന് പറഞ്ഞിട്ട്. ഇതാ എത്ര പേരെടുത്ത് പോസ്റ്റ് ചെയ്തറിയോ? ഞാൻ അമൽ നീരജ് സാറിനോട് ടാഗ് ചെയ്തിട്ടാണ് ആ സാധനം ഇട്ടത് കേട്ടോ. സീരിയസ്ലി ഞാൻ ആ പടത്തിലില്ല, ഇല്ല സീരിയസ്ലി ഇല്ല. നമ്മള് എന്നിട്ട് ഇവിടെ വലിയ ഡിസ്കഷൻ നടത്താട്ടോ. അപ്പം ഇൻഡിവിജ്വൽ ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ ഉണ്ടെങ്കിൽ ഒരു പ്രൊമിനന്റ് റോൾ ആയിരിക്കും ആശാൻ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും പൊളിയായിരിക്കും. എന്തായിരിക്കും അന്നൊക്കെ വിചാരിച്ച് വരുന്നുണ്ട്. പക്ഷെ ഈ ഐറ്റം സാധനം വേറെ അതുപോലെ വേറെ സാധനം വരുന്നുണ്ട്. മിഥുൻ മാനുവലിന്റെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ല മിഥുൻ മാനുവൽ തോമസ് അല്ലേ, അദ്ദേഹത്തിന്റെ പുതിയ സീരീസിലെ ഒരു ലീഡ് ഞാനാണ്, അണലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പടത്തിലെ പോലെ സംഭവം ഒന്നുമല്ല, പക്ഷെ ഒരു ലീഡ് ചെയ്യുന്നൊരു സാധനമാണത്. ഈ പറഞ്ഞ
തമാശ ഒത്തിരി പേർക്ക് പറ്റി കേട്ടോ. കാര്യം പലരുടെ തലയെടുത്ത് വെട്ടി എന്റെ സുഹൃത്തെടുത്ത് വെച്ചതാണത്. അപ്പൊ പക്ക ഫഹദിന്റെ ബോഡിയിൽ എന്റെ തല കയറ്റി വെച്ചതാണ് സത്യത്തില്. അത് പക്ഷെ നല്ല ഒറിജിനാലിറ്റി, അതാ പറഞ്ഞത്. അതെ അതെ, അത്രയും നന്നായിട്ട് അവൻ എഡിറ്റ് ചെയ്തു എന്നുള്ളതാണ്, അതെല്ലാരും പറഞ്ഞു. അത് ശരിക്കും അപ്പോഴും നമ്മൾ ഈ അമൽ നീരജ് സാറിന്റെ ഒഫീഷ്യൽ പേജിൽ പോയി നോക്കുകയാണ്. അപ്പൊ അതിലില്ല, പക്ഷെ ഇതിലുണ്ട്. അപ്പോഴും ഉണ്ട്, എന്തോ ഉണ്ട്, സംതിങ് ഈസ് ഫിഷി എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ആക്ച്വലി അതൊരു ഞാൻ ഇട്ട ക്യാപ്ഷൻ അതാണ്, എന്റെ ആഗ്രഹം ഞാൻ ഇങ്ങനെ തീർത്തോളാം എന്നാണ്. ക്യാപ്ഷൻ കണ്ടു, പക്ഷെ ഒന്നും മനസ്സിലായില്ല, കത്തിയില്ലെന്നൊക്കെ. എന്നിട്ട് അദ്ദേഹത്തിനെ ടാഗ് ചെയ്ത് കേട്ടോ. പിന്നെ അതുപോലെ ഇപ്പം ആസിഫിക്കാടെ ഒരു രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലിയുടെ മൂവി, അതിലൊരു പാർട്ടായിട്ട് ഉണ്ടല്ലോ. ഇല്ല, അതെന്റെ സുഹൃത്തുക്കളാണ് മൊത്തം സിനിമയില്. ഞാൻ ആസിഫിനോടൊപ്പം ചെയ്ത് കിഷ്കിന്ദ കണ്ടോണ്. ആസിഫ് അടുത്തൊരു സുഹൃത്താണ്. അപ്പൊ പുള്ളിയുടേതായിട്ട് പറഞ്ഞ എല്ലാ സാധനവും ഞാൻ എടുത്ത് ഇടും എന്നുള്ളതല്ലാതെ കിഷ്കിന്ദ ഘട്ടത്തിൽ നല്ലൊരു ക്യാരക്ടർ ഞാൻ അദ്ദേഹത്തോടൊപ്പം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അടുത്ത ചെയ്യാൻ പോകുന്ന ഒരു പടവും ആസിഫിനോടൊപ്പമാണ്. ഇപ്പൊ റണ്ണിംഗിൽ പൊക്കോണ്ടിരിക്കുന്ന പ്രോജക്ട് ഇപ്പൊ നടക്കുന്നത് ദിലീപേട്ടനോടൊപ്പം ഭാ ഭാ ബാ എന്ന് പറഞ്ഞിട്ട്. ദിലീപേട്ടൻ, വിനീത് ശ്രീനിവാസൻ. കോമഡി മൂവിയാണോ? കോമഡി, ആക്ഷൻ എല്ലാം ഉണ്ട്. നല്ലൊരു രസകരമായ ഒരു പടം, നല്ലൊരു സിനിമയാണ്. അപ്പൊ അതില് ഒരു നല്ല ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ബാലു വർഗീസ് എല്ലാവരും ഉണ്ട്. മലയാളത്തിലെ ഏകദേശമുള്ള നല്ല താരനിര അതിനകത്തുണ്ട്. എല്ലാം നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സണ്ണി ലിയോൺ ചേച്ചിയും അനുശ്രീയൊക്കെ അഭിനയിക്കുന്ന ഒരു പടത്തിൽ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. വലിയൊരു ലിസ്റ്റ് ഓഫ് മൂവീസ് ഇങ്ങനെ വരാനായിട്ട് തീർച്ചയായിട്ടും ഒരു 15ഓളം സിനിമ ഇറങ്ങാനുണ്ട്. ഈ കൊല്ലം തന്നെ 15 ഇറങ്ങേണ്ടതാണ്, ഷൂട്ട് തീർന്നത്. പിന്നെ ഈ പറഞ്ഞ അണലി എന്ന് പറയുന്ന സീരീസ് ഉണ്ട്, നിതിൻ മാനുവൽ തോമസ് സാറിന്റെ. അങ്ങനെ അത്യാവശ്യം നമ്മള് ഒരു സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട് വരാനായിട്ടല്ലേ. ഇപ്പൊ ഒത്തിരി മൂവീസിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആദ്യമായിട്ട് ഒരു നല്ല വേഷം കിട്ടിയെന്ന് മനസ്സുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെ പറയും? നമുക്ക് അങ്ങനെ ഒരു വേഷം പ്രൊവൈഡ് ചെയ്തത് ആരാണെന്നോ? ആരെ പറയും എന്നുള്ളതൊന്നുമില്ല, എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് സുനിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ്. ആണ് തീർച്ചയായിട്ടും. ഒരിക്കലൊരു ഞാൻ കമ്മീഷൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് യാദൃച്ഛ്യമായിട്ട് പരിചയപ്പെട്ട വ്യക്തിയാണ്. ഒരു പരസ്യത്തിന്റെ സംഭവം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിന് പെർമിഷന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ജസ്റ്റ് പരിചയപ്പെട്ടു. അപ്പം ഞാൻ അന്നത്തെ ഇതുപോലെ ചോദിച്ചത്, ചേട്ടാ പരസ്യം ചെയ്ത് നടന്നാൽ മതിയോ, സിനിമയൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞു വിട്ടൊരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം പുതിയ ആൾക്കാരെ വെച്ചിട്ട് വൈ എന്ന് പറയുന്ന മൂവി 2016 ചെയ്യുമ്പോൾ അതിനൊരു ഓഡിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റിയ സാധനമാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വിളിക്കുന്നതും അതിലൊരു വളരെ ഒരു നല്ലൊരു ഫ്രോഡ് ഒരുത്തനായിട്ട് ഒരു ക്യാരക്ടർ എനിക്ക് പോലീസുകാരനെ എനിക്ക് തന്നെ തന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടെയാണ് കിട്ടിയത്. നമുക്കൊരു പടത്തിൽ ത്രൂ ഔട്ട് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. അതെ, പുള്ളിയുടെ ലേറ്റസ്റ്റ് പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, തേർഡ് മർഡർ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ പറഞ്ഞ പോലെ സൈജു കുറുപ്പേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, വിനയ് ഫോർട്ട് അവരോടൊപ്പം ഉള്ളൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ ഒരു ക്യാരക്ടർ ഞാനുമാണ് ചെയ്തേക്കുന്നത്. അതെനിക്കൊരിക്കലും സുനിലേട്ടനെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് എനിക്കൊരു സംസാരം പറ്റില്ല സിനിമയെ പറ്റി ചോദിച്ചാൽ. അത് കഴിഞ്ഞിട്ടുള്ള അത്രയാണ് എന്റെ ലൈഫില്, അല്ലെങ്കിൽ എന്റെ ഈ സിനിമ എന്ന് പറയുന്ന ആഗ്രഹത്തില് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു കോൺഫിഡൻ്റ് ആണ് അദ്ദേഹം എന്ന് പറയുന്നത്. എനിക്ക് ഏത് സമയത്തും വിളിക്കാനും സംസാരിക്കാനും എനിക്കൊരു ഒപ്പീനിയൻ ചോദിക്കാനും പറ്റുന്ന അത്രയും അടുപ്പുള്ളൊരു, നമുക്ക് ഒരു അത്രയാണ്, അതിനും മുകളിലാണ് കൊടുത്തേക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതെ. ഇപ്പൊ 2018 കാര്യം പറയുമ്പോഴാണെങ്കിലും ആ ഒരു മൂവി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഓൺ ഡ്യൂട്ടി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, ലീവ് കിട്ടാതെ അങ്ങനെ. അപ്പൊ ആ ഒരു സമയത്ത് ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു ഇതും അല്ലെങ്കിൽ പോവാൻ ഇപ്പം ലൊക്കേഷനിൽ പോയി അഭിനയിച്ച് തിരിച്ചു വരണമല്ലോ, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? ഞാൻ ഈ കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോഴ് ഈ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തന്നെ നമ്മൾ എവിടെയെങ്കിലും വണ്ടിയൊക്കെ കൊണ്ടിട്ടിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക അതൊക്കെ നിൽക്കണമല്ലോ. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെയും അവിടുത്തെ ഇവിടുത്തെ കോളേജിലൊക്കെ പിള്ളേരുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇത് മറ്റേ ചേട്ടനല്ലേ ചേട്ടാ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ മെയിനായിട്ട് നിൽക്കുന്നത് ട്രാഫിക് ഒക്കെ കൺട്രോൾ ചെയ്യുക, നമ്മൾ അവിടുത്തെ തിരക്കൊഴിവാക്കുക എന്നുള്ളതാണ് സംഭവം. അത്യാവശ്യം ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയ സമയം മുതൽ എൻ്റെ കൂടെ ഒരു 3-4 പോലീസുകാരോട് കാണുമല്ലോ, ഇവർക്ക് ഡബിൾ പണിയായി. കാര്യം എന്നെ കണ്ടിട്ട് ഈ പറഞ്ഞ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പിള്ളേരൊക്കെ വന്ന് കൂടുക, അങ്ങനെ കുറച്ച് ബ്ലോക്കുകളൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പോൾ ഈ ബൈക്കിൽ പോണ ഫാമിലീസ് അവർ ഇത് മറ്റേ പുള്ളിയല്ലേ പോണേ എന്ന് പറഞ്ഞിട്ട് അല്ല നിൽക്കണേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഇത് ഈ 1-2 തട്ടുകൾ മുട്ടുകളായപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നളിയ
നീ ഞങ്ങളുടെ കൂടെ വരണ്ട, നീ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യും, ഇത് ഞങ്ങൾക്ക് ഡബിൾ പണി ഉണ്ടാക്കാനായിട്ട് നീ കൂടെ വരണ്ട. തമാശക്ക് പറയുന്നതാണ്. എന്നാൽ പോലും ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കലും കാര്യമൊക്കെ ആയിട്ട് അത് ഒരു രസമുള്ള സംഭവമാണ്. അത് ഭയങ്കര തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഭീകരമായിട്ട് നമ്മളെ തിരിച്ചറിയുകയും ചെയ്യും. അത്രയും ആൾക്കാർ പുറത്തിറങ്ങുന്ന ദിവസങ്ങൾ. ഈ ലുലു ഒക്കെ പറഞ്ഞ് അവിടെയൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും നമ്മളവിടെ നിൽക്കുമ്പോഴത്തേക്ക് സകലരും ഫ്രണ്ടിലോട്ട് നോക്കി ഇവിടെ നിന്നും അവർക്ക് കൗതുകമല്ലേ. ഇപ്പൊ ഞാനായാലും ആരായാലും ഒരു സിനിമയിലെ കണ്ടുള്ള ഒരാളിനെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടല്ലോ. അപ്പൊ നോട്ടം ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോ ഫ്രണ്ടിൽ പോണ വണ്ടി ഏതാ പുറകോട്ട് പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല. അങ്ങനെ പല തവണ ഇത് തുടങ്ങി. നൈസ് അവിടുന്ന് ഡ്യൂട്ടി അങ്ങ് മാറാന്ന് വിചാരിച്ചു. മാറി അപ്പുറത്തേക്ക് മാറി നിൽക്കാൻ തുടങ്ങി. ആൾക്കാരിൽ അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്കാരിൽ നമ്മുടെ മുഖമുണ്ട്, ഓർമ്മയുണ്ട്, നിൽക്കണുണ്ട് എന്നുള്ളത്. ഇതൊക്കെ തന്നെയാണ് ലീവ് എടുക്കാൻ പ്രേരിപ്പിച്ച വലിയൊരു ഘടകം. നമുക്കൊരു ധൈര്യമായിട്ട് ഇറങ്ങാം എന്നുള്ളൊരു. ഇപ്പൊ അന്ന് ആ ലീവ് കിട്ടാതിരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ഈ ഷൂട്ടിന് പോകുന്നത് എങ്ങനെ മാനേജ് ചെയ്യുമായിരുന്നു? അതൊരു സംഭവം കേട്ടോ. ചില ദിവസം നമുക്ക് 2 ദിവസത്തെ വർക്കൊക്കെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കയറിയിട്ട് അവിടെ സ്പെഷ്യൽ പെർമിഷൻ ചോദിക്കും. ഒരു 3 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക്, രാത്രി 10 മണിക്ക് തുടങ്ങുന്ന ഡ്യൂട്ടി രാവിലെ 5:30 വരെയൊക്കെയാണ്. ഞാനൊരു 3 മണി ആകുമ്പോഴത്തേക്ക് ഇറങ്ങി നേരെ തലേദിവസം സാറ് നമ്മുടെ ഈ പരിപാടി അറിയാവുന്നതുകൊണ്ട് പലരും സമ്മതിച്ചിട്ടുണ്ട്. മിക്ക ഡ്യൂട്ടി ഓഫീസേഴ്സും സമ്മതിക്കും. എന്നിട്ട് ഞാൻ 3:30 ട്രെയിനിൽ കയറി ഇവിടെ 7 മണിക്ക് കൊച്ചിയിലെത്തി. അവിടെ നിന്ന് പല ഓഡിഷൻസിനും ഷൂട്ടിനും ഞാൻ പോയിട്ട് ഒത്തിരി തവണ നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പോകും. കാര്യം പിറ്റേ ദിവസം റെസ്റ്റ് ആയിരിക്കും ഈ നൈറ്റ് ചെയ്തുകൊണ്ട്. തൊട്ടടുത്ത ദിവസത്തേക്ക് ഒരു ദിവസത്തെ ലീവ് വയ്ക്കും. എന്നിട്ട് തൊട്ടടുത്ത ദിവസം നൈറ്റ് ഞാൻ ഡ്യൂട്ടി പിടിക്കും. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് 3 ദിവസത്തേക്ക് കിട്ടും. ആ നൈറ്റ് പിടിക്കുമ്പോഴത്തേക്കും രാത്രി 10 മണിക്ക് എത്തിയാൽ മതി. ഞാനിവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 5 മണിയുടെ വണ്ടിയിലേക്ക് കയറിയിട്ട് 10 മണിക്ക് ഡ്യൂട്ടി കയറണമെങ്കിലും വിളിച്ച് പറഞ്ഞ് സാറേ ഒരു അരമണിക്കൂർ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എന്റെ ഡിപ്പാർട്ട്മെന്റ് ഭീകരമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു സർവൈവൽ തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടുമാണ്. 24/7 വർക്ക് ചെയ്തുകൊണ്ടുള്ള സർവൈവൽ. നൈറ്റ് ആ ഒരു സർവൈവൽ ആക്ച്വലി ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നോ അതോ ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഈ ഒരു പ്രാന്തിന് വേണ്ടിയിട്ടായിരുന്നോ? പ്രാന്തല്ലെന്നേ, സിനിമ തന്നെയാണ് ജീവിതം. ആണ്. ജിബിൻ ചേട്ടന് സിനിമ തന്നെയാണ് ജീവിതം. എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും എന്താണ് അത്, എന്തൊക്കെയാണ് എനിക്കത് വേണം, അത്രേ ഉള്ളൂ. വേണം, അതില്ലാതെ പറ്റില്ല. പറ്റാത്തോണ്ടാ. ഇപ്പൊ തിരുവനന്തപുരത്താണല്ലോ ജന്മസ്ഥലമൊക്കെ. ഇപ്പൊ താമസിക്കുന്നത്? ഞാൻ ജനിച്ചത് കോലിയക്കോട് എന്ന് പറയും. നമ്മുടെ വെഞ്ഞാറമൂടിനും പോത്തങ്കോടിനും ഇടയ്ക്കുള്ള സ്ഥലം. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. PMGയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. പിന്നെ എറണാകുളത്തും ഒരു സങ്കേതമുണ്ട്. നമ്മുടെ മഹാരാജാസ് കോളേജിന്റെ ബാക്ക് ഗേറ്റിൽ എറണാകുളത്തെ റോഡിൽ അസറ്റ് ഹോംസ്. കൂടുതൽ ടൈം അവിടെ ആയിരിക്കുമോ? ഇപ്പൊ കൂടുതൽ ഇവിടെയാണ് ഷൂട്ടിങ്ങിന് പോകുന്നത് കൊണ്ടിട്ടല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷഫിൾ ചെയ്തോണ്ടേ. അത് മാത്രമല്ല നമുക്ക് കുറച്ചുകൂടെ സിനിമാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനും എളുപ്പം ഇവിടെയാണ്. അവിടെ ഈ പറഞ്ഞ ഫാമിലി കാര്യങ്ങളൊക്കെ അവരവിടെ ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഓട്ടത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഇപ്പം ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലേ ഈ ഒരു 5 വർഷത്തെ ബ്രേക്ക് ഒക്കെ എടുത്ത്? ഒരു ബുക്ക് ഉണ്ടല്ലോ, ഒരു മാനുവൽ സർവീസ് ഇതുണ്ടല്ലോ. അപ്പൊ അതിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് എങ്ങനെയൊക്കെ ലീവ് എടുക്കാം എന്നുള്ളതാണ്. അതെല്ലാം തീർന്നു. ഇനി ലീവ് എടുക്കാൻ വേറെ മാർഗമില്ല എന്നുള്ളത് കൊണ്ട് ലോങ് ലീവ് എടുത്തു. ബാക്കി എടുക്കാന്നുള്ള വേറെ ആരും ഇതുവരെയും പലരും അപ്ലൈ ചെയ്തിട്ടുള്ള ലീവുകൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് അതൊക്കെ ഇനി തരില്ല. ഇനി തരാൻ വേറെ ഇല്ല. അതുകൊണ്ട് വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് ലോങ് ലീവ്. ആക്ച്വലി ഇങ്ങനെ ഈ മൂവിയൊക്കെ നമ്മൾ അഭിനയിക്കുമ്പം ഇപ്പൊ ഇങ്ങനെ ഒരു ഫോഴ്സിൽ ഭാഗമായിട്ട് നിന്നുകൊണ്ടിട്ട് ഇങ്ങനെ അഭിനയിക്കുമ്പം അതിന്റെ കുറച്ച് മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു 2018 എന്ന് പറഞ്ഞാൽ ഞാനൊരു മൂവി, അതിൽ നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 ഞാൻ ആക്ച്വലി അത് പറയാൻ വേണ്ടിയിരിക്കുന്നു കേട്ടോ. അതിലെ ആ ഒരു ശരിക്കും സോള് കൊടുത്ത് അഭിനയിച്ചിരിക്കുകയാണ് അത് ജൂഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ, ജൂഡ് ആന്റണി ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ധൈര്യമായിരുന്നു എനിക്ക് ആ ക്യാരക്ടർ തരിക എന്നുള്ളത്. കാര്യം ഞാൻ ഇതിനു മുമ്പേ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇളകി ചെയ്യാനായിട്ടൊരു സാധനം ഞാൻ അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അത്രയും ഡെപ്ത് ഉള്ളതെന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. കാര്യം ചെയ്യുമ്പോൾ എന്നോട് പെട്ടെന്ന് ഇങ്ങനെ ഇത് ഓരോ ഷോട്ടും അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു സീനിലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് പിന്നെ ജുഞ്ചേട്ടാ ഇത് നോക്കിയ സംഭവം ഞാൻ നോക്കുമ്പോൾ 10-80 പടമുണ്ട് ഇങ്ങനെ വരച്ചിങ്ങനെ വെച്ചേക്കെല്ലാം ബോർഡിലായിട്ട്. അപ്പോൾ ഇത് ഞാൻ നല്ലതായിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ അത് നിങ്ങൾ ഇതിലൊരു സംഭവം ചെയ്യുന്നുണ്ട്. ഇതിലേതാ തലയിൽ കെട്ടിയേക്കുന്ന ഒരു സാധനല്ലേ? ഞാനാ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 90% പിക്ക് പുള്ളിയുടെയാ. അപ്പോൾ പറഞ്ഞു
അദ്ദേഹമാണ് ഇതിനകത്ത് സ്കോർ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ എനിക്കും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി തന്നൊരു ധൈര്യത്തിന്റെ പുറത്താണ്. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഈ ഒരു സീനിന്റെ നമ്മൾ എങ്ങനെ കാണിക്കുന്നോ അതിന്റെ ഇതുപോലെ ഇരിക്കും ഫസ്റ്റ് ഹാഫിലെ ആൾക്കാർ. ഫസ്റ്റ് ഹാഫിലുള്ള ഒരേ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഭയങ്കര രസമായിട്ട് ആ ഒരു സീൻ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു നമ്മളെ വിശ്വസിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു അത്രയും വലിയൊരു ഡയറക്ടർ നമ്മളെ വിശ്വസിച്ചത് ചെയ്യാൻ അത് നമ്മുടെ കോൺഫിഡൻസിനെയും ഭയങ്കരമായിട്ട് എന്ത് വേണോ ചെയ്യാവുന്നൊരു ധൈര്യം. ആദ്യമായിട്ട് ഈ ഒരു സീക്വൻസ് പറഞ്ഞു തന്നിട്ട് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് റിഹേഴ്സൽ ഫുൾ പ്ലേ ചെയ്തു. അതിൽ കട്ട്സ് ഒന്നും വരില്ലല്ലോ, നമ്മള് വൈഡായിട്ട് ഫ്രെയിമിൽ പഞ്ചു പറഞ്ഞു വിചാരം എനിക്ക് ഈ സാധനം എനിക്ക് നീ തന്നാൽ മതി എന്നിട്ട് ഒരു 10 ദിവസം കൊണ്ടെടുത്ത സാധനമാണ് ആ കാണുന്ന ഏകദേശം ഒരു 10 മിനിറ്റോളം ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത്. അതൊരു മറക്കാനാവാത്തൊരു അനുഭവമാണ് 2012 എന്ന് പറയുന്ന സിനിമ. കാര്യം ലോകം മുഴുവൻ ആഘോഷിച്ച ഒരു സിനിമയാണ്. നമ്മള് തിയേറ്ററിൽ കിട്ടിയ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ചില്ലറയല്ല, വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, എനിക്കത് ഭയങ്കര ഒരു എനിക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഒരു പിന്നെ ഉറപ്പായിട്ടും. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് മറ്റേ ഡിപ്പാർട്ട്മെന്റിലെ മാനദണ്ഡങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് അല്ല അത് ഞാൻ പറഞ്ഞത് അത് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോൾ ചെയ്തതാണ്. ഞാൻ ലീവ് ആയിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞൊരു 10 ദിവസം 15 ദിവസം 20 ദിവസമൊക്കെ ലീവ് പറയുന്നതിൽ ഇനിയിപ്പോൾ എനിക്ക് വേണ്ട, എന്നാലും പല ലീവുകളെ കണ്ടുപിടിച്ചൊക്കെ ഞാൻ ചെയ്ത ഒരു സിനിമയൊക്കെയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും അവർ വന്ന് നമ്മുടെ തന്നെ ഓഫീസേഴ്സൊക്കെ വന്നിട്ട് എടാ ഭയങ്കര നന്നായിട്ട് ചെയ്തു, നമുക്കത് അത്രയും ഡിപ്പാർട്ട്മെന്റിന് അത്രയും സന്തോഷമുണ്ട് നമ്മുടെ ഒരു പോലീസുകാരൻ ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഓഫീസേഴ്സും കൂട്ടുകാരൊക്കെ പറയുന്നതൊക്കെ നമുക്ക് കിട്ടുന്നൊരു സാധനമില്ലേ. ആ ഒരു ധൈര്യം എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും ഈ ഒരു ലോങ് ലീവ് കൊടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കും അതുണ്ടായിരുന്നു. ഇത് ഇപ്പം ഹയർ ഓഫീസേഴ്സ് ആയ പോലും അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേറെ ഓഫീസേഴ്സ് ഇത് അറിഞ്ഞൂടെ എന്റെ പോലീസാണ് കേട്ടോ, എന്റെ ചെക്കനാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പിന്നെ കാര്യം ഡിപ്പാർട്ട്മെന്റിനെ നമ്മള് പ്രസന്റ് ചെയ്യണം. മീൻസ് ഇങ്ങനെ ഒരാളിനെ വെച്ചിട്ട് അവര് തന്നെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ഓഫീസേഴ്സൊക്കെ നമ്മളെ ആ രീതിയിൽ അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടൊരു സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. ഇപ്പം എന്തെങ്കിലും ആ ഒരു രീതിയിൽ ഇപ്പം സപ്പോർട്ട് ഒബ്വിയസ്ലി ഉണ്ടാവും, ബട്ട് അതിനും അപ്പുറം ഈ പറയുന്ന എന്തെങ്കിലും ഒരു ദുരനുഭവങ്ങളോ ഇപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും എന്നുള്ളൊരു നമ്മൾ പോലീസ് എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ്. നമുക്ക് എന്ത് സംഭവം വന്നാലും ആദ്യം രംഗത്തിറങ്ങേണ്ടത് പോലീസാണ്. തീർച്ചയായിട്ടും. എനിക്ക് ലീവ് തരാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് തരാൻ പറ്റില്ല. അതിൽ എന്റെ മാത്രം സങ്കടമാണത്. അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അതിന് എനിക്ക് ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല. അത് എനിക്ക് അങ്ങനെ സിനിമകൾ പോയിട്ടുണ്ട്, നല്ലൊരു സിനിമകൾ പോയിട്ടുണ്ട്, പലതും വിളിച്ചിട്ട്. പക്ഷേ ഞാൻ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞു ഒരിക്കലും ഞാൻ അവിടുന്ന് ലീവ് കിട്ടാത്തതുകൊണ്ടാണെന്ന് എന്ന് പറഞ്ഞ് ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. കാര്യം അത് പിന്നെ ഒരു ടോക്കിന് കാരണമാവും. പുള്ളിയെ വിളിച്ചിട്ടും കാര്യമില്ല, പുള്ളിക്ക് ജോലി തിരക്കൊക്കെ ആയിരിക്കും. എന്നൊരു സംസാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റു പലതും പറഞ്ഞ് ഞാൻ ഇതാണ് അല്ലെങ്കിൽ അസ്വസ്ഥതകൾ മറ്റത് പലതുമാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. പിന്നീട് ആരെങ്കിലും ആണെങ്കിലും ചിന്തിക്കും, ഞാൻ ആലോചിച്ചിട്ടുണ്ട് അയ്യോ എനിക്ക് പറഞ്ഞ ക്യാരക്ടറാണല്ലോ അവിടെ ചെയ്യുന്നത്. കാണുമ്പോൾ സന്തോഷമാണ്. കാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊരു വിഷമം ഉണ്ടാവുമെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് ആ മൂന്ന് ചിന്തിക്കും ഇത് ഞാൻ ചെയ്യേണ്ടതായിരുന്നല്ലോ, പക്ഷെ എന്നാലും ചെയ്ത ആള് ഗംഭീരാക്കിയിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് ആശ്വസിക്കാതെ പറ്റുള്ളൂ. അതൊരിക്കലും ഡിപ്പാർട്ട്മെന്റ് തെറ്റല്ല. അവർക്ക് നമുക്ക് തരുന്നൊരു ലിമിറ്റ് ഇല്ല. ചില നിമിഷം ചില സമയത്ത് അവർക്ക് പറ്റില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊരു തെറ്റല്ല ഒരിക്കലും. അത് എന്റെ മാത്രം മിസ്സിംഗ് ആണ്. അത് എനിക്ക് മാത്രം ഉണ്ടായൊരു ലോസ് ആണ്. അല്ലാതെ ഫാമിലി എന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഫാമിലിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും. അവര് വൈഫ് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യാൻ, 2 കുഞ്ഞുങ്ങളാണ്, ട്വിൻസാണ്. ഒരു മോനും ഒരു മോളും. അവരിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ഹോളി ഏഞ്ചൽസ് ട്രിവാൻഡ്രത്ത്. അങ്ങനെ പോകുന്നു. വീട്ടില് പിന്നെ കുടുംബത്തെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയൻ്റെ വൈഫ്, അവരുടെ കുഞ്ഞുങ്ങളായിട്ട് അവരങ്ങനെ എല്ലാവരും തിരുവനന്തപുരത്ത് തന്നെ. അവരെല്ലാവരും അനിയൻ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്, പുള്ളി മാംഗ്ലൂരാണ്. അവന്റെ ഫാമിലി അങ്ങനെ ആണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം അഭിമാനം ഒക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും ആണ്. കാര്യം ഈ പറഞ്ഞത് ഞാൻ വളർന്ന നാട്ടിൽ എന്റെ നാട്ടുകാരും ഭയങ്കര ഹാപ്പിയാണ്. മക്കള് ചെറുതാണോ? ഒരു 5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അവരിങ്ങനെ ടിവിയിലൊക്കെ കാണുമ്പോ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അതിനും രസകരമായ സംഭവങ്ങളുണ്ട്. ഈ 2018 സിനിമ കാണുമ്പോൾ അവിടെ ആർക്കും അറിയില്ല ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുന്നുണ്ട് എന്നുള്ള അറിയില്ല. അപ്പൊ ഇവരെയും കൊണ്ട് ഫാമിലി ആയിട്ട് പോകുമ്പോൾ
പിള്ളേർക്ക് ഒരു 4 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് കാണുമ്പോൾ ഈ ആദ്യത്തെ സീൻ കാണുന്ന സമയത്ത് മോള് കരച്ചിൽ തുടങ്ങി. അയ്യോ എൻ്റെ അച്ഛനതാ, എൻ്റെ അച്ഛൻ ഇപ്പൊ ചത്തുപോവേ, എൻ്റെ അച്ഛൻ ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് അത്. അപ്പൊ മോനോട് പറഞ്ഞിട്ട് ഇല്ലടി അച്ഛൻ നമ്മുടെ അടുത്തിരിക്കില്ല, അത് വേറെ അല്ലേ അച്ഛൻ, നമ്മുടെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, മറ്റേ അച്ഛൻ അവിടെ അല്ലേ, അത് കുഴപ്പമില്ല, അച്ഛൻ നമ്മുടെ ഇതൊക്കെ നമ്മള്. അപ്പൊ ഈ ആൾക്കാർ അപ്പുറം ഇപ്പുറം നോക്കണ്ട, ഇരുട്ടത്തായിട്ട് ആർക്കും മനസ്സിലാവില്ല. പക്ഷെ ഇന്റർവ്യൂലായപ്പോഴത്തേക്ക് ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി മറ്റേ പുള്ളിയാണ്. അതെ അതെ, അതൊക്കെ നമുക്ക് ഓരോ മൊമെന്റ്സ് ആണ്. തീർച്ചയായിട്ടും അവർക്ക് ചെറുതിലെ തന്നെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കാണിക്കുമ്പോഴേക്ക് ഇങ്ങനെ കുറെ നാളിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ അവര് ഇങ്ങനെ അന്വേഷിക്കത്തില്ലേ? അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ ഇന്നലെ പോലും രാത്രി 12 മണിയായപ്പോൾ എനിക്ക് അച്ഛനെ കാണണേന്ന് പറഞ്ഞിട്ട് വിളിയും കാര്യമൊക്കെ വന്നതാണ്. ഇല്ല, രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരുടെ സ്കൂളിലെ ടീച്ചർ പറഞ്ഞത് ഈ അച്ഛന്റെ വീരകൃത്യങ്ങൾ കാരണം അവിടെ ബാക്കിയുള്ളവർക്ക് ഒരു വളരെ ബുദ്ധിമുട്ടാണ് ഈ കഥകൾ കേട്ട് കേട്ട്. അതിനുള്ളതൊക്കെ ആയി ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരേ ക്ലാസ്സിൽ തന്നെയാണ്. അല്ല, ആരെങ്കിലും ഈ ഒരു ഫീൽഡിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ടോ ഈ ആക്ടിങ്? എങ്ങനെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ റീൽസ് ഒക്കെ ഞങ്ങള് വെറുതെ ഇരുന്ന് വീട്ടിൽ പക്ഷെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നെ. കാര്യം ഞാൻ വിചാരിക്കുന്നതിന് മുന്നേ ഒരു ടാലന്റ് ഉണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. അതവരുടെ ഇഷ്ടം, അവരങ്ങനെ പോണെങ്കിൽ അങ്ങനെ പോട്ടെ, അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഒന്നിലും പ്രഷർ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അവരുടെ ഇഷ്ടത്തിന് എന്താ ഭാവിയില് അവര് എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിൽ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഷോയുടെ പേര് വന്നിട്ട് ഫിലിമോഗ്രഫി ബൈ സാം എന്നാണ്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ഷോയിലേക്ക് ഫിലിമോഗ്രഫിയിലേക്ക് രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ പോലും നമ്മുടെ ചേട്ടന് ഇപ്പം ഇത്രയും ചെയ്ത ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ച നമ്പർ ഓഫ് മൂവീസ് ഉണ്ടല്ലോ, അതും ഇപ്പൊ ഫുള്ളായിട്ട് ഉള്ള നമ്പർ അറിയോ മൂവീസിന്റെ? ഒരു ഏകദേശ കണക്കറിയാം. കാര്യം അത് കൃത്യമായിട്ട് പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലതൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എങ്ങനെയായാലും എബോവ് 100 ആയിട്ടുണ്ട്. എങ്ങനെയല്ലേ 100ന് പുറത്ത് അത്യാവശ്യം ക്യാരക്ടേഴ്സ് ചെയ്ത പടങ്ങൾ തന്നെ ഏകദേശം ഒരു 50ന് പുറത്ത് എന്തായാലും ഉണ്ട്. ക്യാരക്ടർ മീൻസ് ഒരു എന്തെങ്കിലുമൊക്കെ ഡയലോഗുകൾ പറഞ്ഞ സിനിമകളൊക്കെ ആയിട്ടൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഞാൻ വെറുതെ നിന്ന പടങ്ങൾ ഏകദേശം 50-നടുത്തും ഉണ്ട്. തീർച്ചയായിട്ടും നല്ല അതിലും കുറെ അനുഭവങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അത് കാണാൻ വേണ്ടി പോയി മിഠായിയൊക്കെ വാരി എറിഞ്ഞ് അത് കണ്ടോണ്ടിരുന്ന കുറെ ചീത്തവിളിയൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അതും വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള സീനിലൊക്കെ എന്നെ കാണിച്ച സന്തോഷത്തിൽ ഞാൻ മറ്റേ പേപ്പർ വാരി എറിഞ്ഞ് പുറകെ എന്നുള്ള ചീത്ത കംപ്ലീറ്റും കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് അതെന്റെ ആഘോഷമായിരുന്നു, എന്റെ മാത്രം. ആദ്യമായിട്ട് തന്നെ അങ്ങനെ ഈ താണ്ഡവം എന്ന് പറയുന്ന സിനിമയില് അങ്ങനെ ഒരു ലാലേട്ടന്റെ ആ ഒരു ഫോട്ടോ, ആ ഒരു ഫ്രെയിം ക്ലിക്ക് ഇപ്പോഴും ഗൂഗിളിലൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ട്. അത് ഞാൻ ഇത്തിരി ആഘോഷിച്ചതിന് ഇത്തിരി ചീത്ത കിട്ടിയെങ്കിൽ പോലും അതെനിക്ക് മറക്കാൻ കിട്ടുന്ന സന്തോഷമാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനിയിപ്പം 10-15 മൂവീസ് അടുത്ത് ഇറങ്ങാനുണ്ട് ഈ ഒരു വർഷം എന്നും പറഞ്ഞു. അപ്പം എല്ലാം നല്ല അടിപൊളി ക്യാരക്ടേഴ്സ്, ഇനിയും ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഞങ്ങളുടെ ഷോയിൽ വന്നേ. സന്തോഷം.